ഏവർക്കും ഹാജാസ് ട്യൂഷൻസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ട്രിഗ്നോമെട്രിയുടെ അവസാനത്തെ ക്ലാസ്സാണ്. നമ്മുടെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ലാസ്റ്റ് ക്ലാസ് ആണ്. ഇത്രയും ക്ലാസ്, ഈ 10 ക്ലാസ്സും കാണുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ പബ്ലിക് എക്സാമിന് എത്ര മാർക്ക് കിട്ടും? 15ഓളം മാർക്ക് കിട്ടും. 15 മാർക്ക് ചെറുതാണോ വലുതാണോ? വലിയ മാർക്കാണ് അല്ലേ? അപ്പം ഈ ക്ലാസ്സുകൾ ഇത്രയും കണ്ടാൽ എന്ത് എളുപ്പമാണ് ഈ ചാപ്റ്റർ. നമ്മൾ പഠിപ്പിച്ചപ്പോൾ മനസ്സിലായി, വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഒരല്പം മൈൻഡ് വെച്ച് കുറച്ചു നേരം ഒന്ന് ക്ഷമിച്ചിരുന്ന് പഠിച്ചാൽ എല്ലാ മാർക്കും നമുക്ക് അതിനകത്ത് കിട്ടും അല്ലേ? ഇനി നമുക്കൊരു 3 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. പക്ഷെ നമുക്ക് ഇനി 3 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളതെങ്കിലും ചെയ്യേണ്ട 3 ചോദ്യങ്ങളും നല്ല ചോദ്യങ്ങളാണ്. കുറച്ച് നല്ല ശ്രദ്ധിച്ചിരുന്നാൽ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു 3 ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മുകൾ ഭാഗം, ഒരു കെട്ടിടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കെട്ടിടത്തെ നമുക്കൊന്ന് വരയ്ക്കാം. ഇതാണ് കെട്ടിടം. ഓക്കെ, ഈ കെട്ടിടത്തിന്റെ ഇത്രയും ഭാഗം പണിത് കഴിഞ്ഞു. ഒരു കുട്ടി അതിനെ ഇവിടെ നിന്നുകൊണ്ട്, ആ കുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്? 1.5 ഹൈറ്റ് ഉള്ളൊരു കുട്ടി ഇവിടെ നിന്നുകൊണ്ട്, ഇതാണ് കെട്ടിടം. ഈ കെട്ടിടം ഇത്രയും പണിതപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ മേൽക്കോണ് കാണുന്നു. ആ കെട്ടിടത്തിന്റെ ഏറ്റവും ടോപ്പ് കാണുന്നു. അപ്പൊ ഇതിനെ ഇങ്ങനെ നമുക്ക് നേരെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതും 1.5, അതായത് ഈ കുട്ടിയുടെ അതേ ഹൈറ്റ് നമുക്ക് ഈ കെട്ടിടത്തിലും സമാന്തരമായി അത്രയും ഹൈറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയാണ് കെട്ടിടം ഉള്ളത്. ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടി ഇവിടെ നിന്നുകൊണ്ട് 30 ഡിഗ്രി മേൽക്കോണിൽ ആ കെട്ടിടത്തിന്റെ ടോപ്പ് കാണുകയാണ്. ഈ പാർട്ട് കാണുകയാണ്. ഈ ഭാഗം 30 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഇനി ഒരു 10 മീറ്ററും കൂടി പിന്നീട് പണി ചെയ്തു. അപ്പൊ ഒരു 10 മീറ്ററും കൂടി പിന്നീട് പണി ചെയ്തു. എന്നിട്ട് ഇയാൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ കെട്ടിടത്തിന്റെ ടോപ്പ് വീണ്ടും കാണുന്നു. അത് എത്രയിലാണ് കാണുന്നത്? 60 ഡിഗ്രിയിലാണ്. 60 ഡിഗ്രിയിലാണ് ആ ടോപ്പ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കെട്ടിടത്തിന്റെ ഉയരം എത്രയാണ്? നല്ല ചോദ്യമാണ് കേട്ടോ. നല്ല ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയങ്കര പാടുന്നതാണോ? അല്ല, കുറച്ച് ശ്രദ്ധിക്കണം എന്നാണ് അർത്ഥം. നിലവാരമുള്ള ചോദ്യം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ ആ കണ്ണിരിക്കുന്ന ആ ഭാഗത്തെ എ എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ പാർട്ടിനെ ബി എന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ സി എന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഡി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ABCDI, അടുത്തത് ഇവിടെ ഇ എന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ എഫ് എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഈ കെട്ടിടത്തിന്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് DF ആണ്. DF ആണ് കെട്ടിടത്തിന്റെ ടോട്ടൽ ഹൈറ്റ്. ഇതില് ഒരു 1.5 B മുതൽ F വരെ വരുന്നുണ്ട്. പിന്നെ ഒരു D മുതൽ C വരെ ഒരു 10 മീറ്റർ വരുന്നുണ്ട്. നമുക്കിനി BC കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കെട്ടിടത്തിന്റെ ഹൈറ്റ് കിട്ടും. അപ്പൊ ഈ BC കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തുള്ള ഒരു ടാസ്ക്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ട്രയാങ്കിൾ എടുക്കാം. ഇൻ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എടുത്താൽ അതിന്റെ ഈ പാർട്ട്, അതായത് ഇനി ഈ BC എന്ന് പറയുന്ന പാർട്ട് നമുക്ക് അറിയത്തില്ല. അതിന് നമുക്ക് X എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പം അത് X എന്നാണെങ്കിൽ ഓപ്പോസിറ്റ് X ആണ്, അഡ്ജസന്റ് AB ആണ്. അവർ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഏതാണ്? ടാൻ ആണ്. അപ്പം ടാൻ 30 ഡിഗ്രി സമം ഓപ്പോസിറ്റ് X ആണ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് AB ആണ്. AB എന്ന് കൊടുത്തു. ഈ AB നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ടാൻ 30നെ താഴെ കൊണ്ടുവരാം. അപ്പോ AB ഇസ് ഈക്വൽ ടു, നോക്കിക്കോണേ, X ഡിവൈഡഡ് ബൈ ടാൻ 30 എന്ന് കിട്ടും. എൻ്റെ പൊന്നുപിള്ളേരെ, ടാൻ 30ന്റെ വാല്യൂ എത്രയെന്ന് അറിയാമോ? 1/√3 ആണ്. എത്രയാണ്? 1/√3. അപ്പൊ നമുക്ക് AB ഇസ് ഈക്വൽ ടു X ഡിവൈഡഡ് ബൈ 1/√3 എന്ന് കൊടുക്കാം. 1/√3 എന്ന് കൊടുക്കാം. ഇനി ഈ √3 X ഡിവൈഡഡ് ബൈ 1/√3 എന്ന് പറയുമ്പോൾ ഈ √3 അങ്ങ് മുകളിൽ വരും. ഈ മുകളിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ഈ √3 അങ്ങ് മുകളിൽ വരും. ആ മുകളിൽ വരുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ കേൾക്കുക. ഈ √3 ഇതിന്റെ മുകളിലോട്ട് അങ്ങ് മാറ്റും. ഓക്കെ, ഫ്രാക്ഷന്റെ ഇപ്പൊ ഇതിന്റെ താഴെയാണ് ഫ്രാക്ഷൻ വന്നിരിക്കുന്നത്. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ അങ്ങ് മുകളിൽ പോകും. അപ്പോൾ √3x എന്ന് വരും. ഇനി ഇതെങ്ങനെയാണ് വന്നത് എന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ പാർട്ട് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കോണം. AB ഇസ് ഈക്വൽ ടു X, ഈ ഡിവൈഡിനെ നമുക്ക് ഡിവൈഡ് ഇങ്ങനെ കൊടുക്കാം അല്ലെ? ഡിവൈഡ് ബൈ 1/√3.
അല്ലേ? ഇനി എ ബി ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു അറിയാലോ, ഈ ഡിവൈഡ് മാറ്റി ഇൻറ്റു ആക്കുമ്പോൾ ഇത് നേരെ തിരിച്ചു പോകും അല്ലെ, √3/1 എന്നാവും. ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ √3x എന്ന് കിട്ടും. അങ്ങനെയാണ് ഇത് കിട്ടിയത്, ഇക്വേഷൻ നമ്പർ 1. അപ്പം ഈ പാർട്ട് എങ്ങനെ ചെയ്തു എന്ന് മനസ്സിലായോ? ഇത് മനസ്സിലാകാത്തവര് ഇത് മനസ്സിലാക്കിയാൽ അതിന് കിട്ടും. ക്ലിയർ ആണേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ എ ബിയുടെ വാല്യൂ എന്താണ്? എ ബി ഇസ് ഈക്വൽ ടു പറഞ്ഞ എ ബി ഇസ് ഈക്വൽ ടു √3x എന്നാണ്. നമുക്ക് അങ്ങോട്ട് എഴുതി വെക്കാമേ. എ ബി ഇസ് ഈക്വൽ ടു √3x എന്ന് കിട്ടി. എ ബി ഇസ് ഈക്വൽ ടു √3x എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് വെറുതെ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്ത് വേറൊരു ട്രയാങ്കിൾ കാണാമല്ലോ. ട്രയാങ്കിളിന്റെ പേരെന്താ? ABD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. അപ്പൊ ആ ട്രയാങ്കിളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതൊന്ന് മാച്ച് കളയാം. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് എഴുതി തന്നതാണ്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എങ്കിലും നമുക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാർ അങ്ങനെ ചെയ്തതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിളിന്റെ പേരെന്താ? ഇൻ ട്രയാങ്കിൾ ABD. ABD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കണ്ടോ? ആ ട്രയാങ്കിളിനകത്ത് ആംഗിൾ 60 ഡിഗ്രി ആണ്. അതറിയാലോ. ഓപ്പോസിറ്റ് ടാൻ എടുക്കുമ്പോൾ, ടാൻ എന്ന് പറയുമ്പോൾ ടാൻ 60 ഡിഗ്രി എടുത്താൽ ഓപ്പോസിറ്റില് എക്സും വരും 10ഉം വരും. അപ്പൊ എക്സും 10ഉം വരുമ്പോൾ നമ്മൾ 10x എന്ന് പറയോ, x+10 എന്ന് പറയോ? x+10 എന്നേ പറയാവോ. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ABD എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ വരണം? ഇവിടെ നിന്ന് ഇത്രയും x ആണ്, ഇത്രയും 10 ആണ്. അപ്പൊ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 10+x എന്നോ അല്ലെങ്കിൽ x+10 എന്നോ എടുക്കാം. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ AB എന്ന് എടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ഈ AB എവിടെ കൊണ്ടുവയ്ക്കാം? tan 60 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ AB ഇസ് ഈക്വൽ ടു 10+x ഡിവൈഡഡ് ബൈ tan 60. tan 60ന്റെ വാല്യൂ എത്രയെന്ന് അറിയാവോ? tan 60 നമുക്ക് ഇവിടെ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് tan 60ന്റെ വാല്യൂ എഴുതാം. AB ഇസ് ഈക്വൽ ടു 10+x ഡിവൈഡഡ് ബൈ tan 60ന്റെ വാല്യൂ √3 ആണ്. √3 ആണ് tan 60ന്റെ വാല്യൂ. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ എന്താ കിട്ടിയത്? AB ഇസ് ഈക്വൽ ടു 10+x ഡിവൈഡഡ് ബൈ √3 എന്ന് കിട്ടി. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഒന്നാമത്തെ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ ABC പരിഗണിച്ചപ്പോൾ, കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് AB ഇസ് ഈക്വൽ ടു √3x എന്നും, രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ AB ഇസ് ഈക്വൽ ടു 10+x ബൈ √3 എന്നും കിട്ടി. രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡിൽ AB അല്ലേ, അപ്പൊ റൈറ്റ് സൈഡ് ഈക്വൽ ആവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം √3x സമം 10+x ഡിവൈഡഡ് ബൈ √3. ഈ √3യെ ഇവിടെ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്താൽ √3യും ഈ √3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ആവും. √3 × √3 എത്രയാണ്? √3 × √3 എത്രയാണ് മക്കളെ? 3 അല്ലേ? 3 ആണ്. അപ്പൊ 3x എന്ന് കിട്ടും. 3x ഇസ് ഈക്വൽ ടു 10+x എന്ന് കിട്ടും. ഈ എക്സിനെ കൂടി ഈക്വൽ സൈനിന്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാലോ? 3x - x ഇസ് ഈക്വൽ ടു 10. 3xൽ നിന്ന് 1x കുറച്ചാൽ എത്ര കിട്ടും? 2x എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 10. എക്സിന്റെ വാല്യൂ എത്രയാണ്? ഈ 2നെ അപ്പുറത്ത് കൊണ്ടുപോയാൽ 10/2 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 5. എന്റെ പൊന്നു പിള്ളേരെ, നമ്മൾ ഈ പടത്തിലേക്ക് തിരികെ വരുന്നു. കെട്ടിടം എവിടെ മുതൽ എവിടം വരെയാണ്? D മുതൽ F വരെ. D മുതൽ F വരെയാണ് കെട്ടിടം. അതിൽ നമുക്ക് അറിഞ്ഞുകൂടാതിരുന്നത് CB ആണ്. ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് 10 മീറ്റർ, ഒരു ഭാഗമാണ് 1.5 മീറ്റർ, ഒരു ഭാഗമാണ് CB. ആ CB ആണ് 5 എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കെട്ടിടത്തിന്റെ ഉയരമായ DF കണ്ടുപിടിക്കാൻ 10 + 5 + 1.5 സമം 16.5 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. അപ്പോ ഈ കെട്ടിടത്തിന്റെ ഉയരം 16.5 മീറ്റർ ആണ്. 5 മാർക്കിന് തന്നെ ചോദിക്കും പരീക്ഷയിൽ. കഴിഞ്ഞ, അതായത് ക്ലാസ് നമ്പർ 9ലെ ചോദ്യങ്ങൾ 3ഉം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. 8ലാണ് നമ്മൾ, ക്ലാസ് നമ്പർ 8 മുതലാണ് ഈ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ തുടങ്ങിയത്. ഇത് അതിൻ്റെയൊക്കെ രാജാവാണ്. അടിപൊളി ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചെടുക്കണേ, ഉഗ്രനായിട്ട് പഠിച്ചെടുക്കണേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കൂടുതൽ ഇനി ഇത് പറഞ്ഞ് സമയം കളയുന്നില്ല. ഒന്നുകൂടി കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടി കാണുക. ഓക്കെ. അപ്പോൾ നമ്മൾ കെട്ടിടത്തിന്റെ ഉയരം കണ്ടുപിടിച്ചു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 1.5 മീറ്റർ ഉയരമുള്ള ഒരാൾ
40 മീറ്റർ അകലെയുള്ള ഒരു കുന്നിന്റെ മുകൾ അഗ്രം 40 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അത് 50 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുന്നിന്റെയും ഗോപുരത്തിന്റെയും ഉയരം കണക്കാക്കുക. ഇതാണ് ചോദ്യം. അപ്പോ ചോദ്യത്തെ മനസ്സിലാക്കുക. A 1.75 meter tall man standing at the foot of a tower sees the top of a hill 40 meter away from at an angle of elevation 60 degree. Climbing to the top of the tower, he sees it at an angle of elevation 50 degree. Calculate the height of the tower and hill. ഈ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായും എന്തറിഞ്ഞിരിക്കണം? ഒരു കൃത്യമായ ഒരു റഫ് ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. വരയ്ക്കാതെ ഈ ചോദ്യം ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ നമുക്ക് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ നേരത്തെ ചോദ്യങ്ങൾ ചെയ്തതുപോലെ ഒരു കൃത്യമായ ഒരു റഫ് ഡയഗ്രാം എന്ത് ചെയ്യണം? വരയ്ക്കണം. മക്കളെ, നമ്മൾ ആദ്യം കൃത്യമായി ക്വസ്റ്റ്യൻ വായിച്ച് ഇതിന്റെ ഒരു റഫ് ഡയഗ്രാം വരയ്ക്കേണ്ടതുണ്ട്. ഈ റഫ് ഡയഗ്രാം നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വരച്ചിരിക്കുകയാണ്. എന്തായാലും ഈ റഫ് ഡയഗ്രാം എങ്ങനെയാണ് വരച്ചത്, എങ്ങനെയാണ് ഇതിനകത്ത് ഓരോ പോയിന്റുകളും സൂചിപ്പിക്കുന്നതെന്ന് ആദ്യം നമുക്ക് പഠിക്കണം. നല്ല ക്ഷമയോടെ ഇരിക്കുക, ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ പ്രോബബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ചോദ്യമാണിത്. അപ്പൊ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു ടവർ ഉണ്ട്, ഒരു ഗോപുരം. ഗോപുരം എന്ന് പറഞ്ഞാൽ ടവർ. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ മാറ്റിയത് കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഗോപുരം എന്ന് പറയുന്നത് B മുതൽ D വരെയാണ്. ഗോപുരം, ടവർ. ടവർ എന്ന് പറയുന്നത് B മുതൽ D വരെയാണ്. ഇവിടെ ഒരു ഹില്ലുണ്ട്. ഹില്ല് E മുതൽ I വരെയാണ്. ഹില്ലെന്ന് പറഞ്ഞാൽ E മുതൽ I വരെയാണ്. E മുതൽ I വരെയാണ്. അപ്പം ഈ ഹില്ലിൽ നിന്നും ഈ 40 മീറ്റർ അകലെ മാറി നിന്നുകൊണ്ട് 1.75 മീറ്റർ ഹൈറ്റുള്ള ഒരാൾ ഇതിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട്, ഈ ടവറിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 60 ഡിഗ്രി മേൽക്കോണിലാണ് ഈ ഹില്ലിന്റെ ടോപ്പ്, അതായത് I കാണുന്നത്. I എന്ന് പറഞ്ഞ പാർട്ട് കാണുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ നമുക്ക് വെറുതെ ഇതിനകത്ത് ഇങ്ങനെ ഈ പിക്ചർ ഇങ്ങനെ വരച്ചു വെച്ചു നമ്മൾ. എന്നിട്ട് ഇയാള് ടവറിന്റെ മുകളിൽ കയറി. ടവറിന്റെ ടോപ്പ് എന്ന് പറയുന്നത് B ആണ്. ഈ ബിയുടെ അവിടെ വന്നിട്ട് അയാൾ അതിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അപ്പൊ ബിയുടെ മുകളിൽ ആളെ നിൽക്കുമ്പോൾ അവിടെ ഒരാളെ വരയ്ക്കണം. ബിയുടെ മുകളിൽ ആളെ വരയ്ക്കണം. അതാണ് B മുതൽ A വരെ. അവിടെ 1.5 മീറ്റർ ആണ് അയാളുടെ ഹൈറ്റ്. അവിടെ നിന്നുകൊണ്ടും ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹില്ലിന്റെ ടോപ്പായ ഐയെ കാണുന്നുണ്ട്, ഐ നോക്കുന്നുണ്ട്. അത് എത്ര ഡിഗ്രിയിലാണെന്ന് ചോദിച്ചാൽ അത് എത്ര ഡിഗ്രിയിലാണ്? ഈ 50 ഡിഗ്രിയിലാണ്. 50 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. ഇപ്പൊ പിക്ചർ മനസ്സിലായോ? അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുന്ന് വരയ്ക്കണം, അല്ലെ? ഒരു കുന്ന് വരച്ചു, നമ്മളൊരു കുന്ന് വരച്ചു. ഇവിടെ ഒരു ടവർ വരച്ചു. ടവറിന്റെ ചുവട്ടിൽ ഒരാൾ നിൽക്കുന്നു എന്ന് പറഞ്ഞു, 1.75. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കുന്നിന്റെ മുകളിൽ കാണുന്നു. ഇതുവരെയാണ് ടവർ ഉള്ളത്. ടവറിന്റെ മുകളിൽ പിന്നെ കയറി, എന്നിട്ട് അവിടെ നിന്നുകൊണ്ടും അതിന്റെ ടോപ്പ് കണ്ടു. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പിക്ചർ കിട്ടും. ഇതേപോലത്തെ ഒരു പിക്ചർ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഈ പിക്ചർ എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിക്ചർ ഒന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ പിക്ചർ എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് നോക്കി വരിക. അപ്പൊ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോകാം. ഇതിനകത്ത് നമുക്കൊരു ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്. കാണുന്നുണ്ടോ? CFI. ട്രയാങ്കിളിന്റെ പേരെന്താണ്? ട്രയാങ്കിൾ CFI, അല്ലെ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. CFI എന്നാണ് പേര്. CFI. അതിന്റെ ഒരു സൈഡ് നമുക്കറിയാം, അഡ്ജസന്റ് സൈഡ് അറിയാം, ഓപ്പോസിറ്റ് സൈഡ് വേണം. അപ്പോ അഡ്ജസന്റ് സൈഡ് അറിയാം, ഓപ്പോസിറ്റ് വേണമെങ്കിൽ ടാൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഒരു ഡിഗ്രി ഉണ്ട്, ടാൻ 60 ആണ്. അപ്പൊ ടാൻ 60 ഡിഗ്രി ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, ടാൻ 60 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം നിങ്ങൾ ഇനി ഞാൻ പറയുമ്പോൾ CFI മാത്രമേ കാണാവൂ. CFIയുടെ ഓപ്പോസിറ്റ് F മുതൽ I വരെ അല്ലേ? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ 40. കണ്ടോ? ടാൻ 60ന്റെ വാല്യൂ എത്രയെന്ന് അറിയാമോ? ടാൻ 60ന്റെ വാല്യൂ √3 ആണ്. √3. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 40 ഇവിടെ √3 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് അവിടെ എഴുതാം. അപ്പൊ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ FI കിട്ടും. FI ഇസ് ഈക്വൽ ടു 40 ഇൻറ്റു √3. ടാൻ 60 എന്ന് പറഞ്ഞാൽ √3. 1.732 ആണ് അതിന്റെ വാല്യൂ. ഓക്കെ, അപ്പോ നമുക്കിനി 1.732നെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1.732 ഇൻറ്റു 40, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8,
2 ശിഷ്ടം 1 28 1 9 ശിഷ്ടം 2 2 6 ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. ഇവിടെ പോയിന്റ് എന്തിനാ ഇവിടെ 0 ഇട്ട് കൊടുത്തത്? 40 കൊണ്ടാണ്, നമ്മൾ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 40 ഉണ്ടാകുമ്പോൾ ഒരു 0 കൂടെ കൊടുക്കണം. പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനമുണ്ട്. ഇവിടെ നിന്ന് പോയിന്റ് കഴിഞ്ഞ് 3 ഇവിടെ കണ്ടോ. അപ്പൊ നമുക്ക് 69.280 FI എന്ന് കിട്ടുന്നത്. നമുക്കിനി ഈ മൾട്ടിപ്ലൈ ചെയ്ത ഭാഗം അങ്ങ് മാച്ച് കളയാം, ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥലമെല്ലാം തീർന്നു പോകും അല്ലെ. അപ്പൊ നമുക്കതൊന്ന് മാച്ച് കളയാം. മാച്ചിട്ട് നമുക്ക് ഇത്രയും മീറ്റർ എന്ന് കിട്ടി. അതായത് നിങ്ങൾ ഈ പിക്ചർ നോക്കുക. അപ്പോൾ നമുക്ക് ഈ 69.28, കാരണം പോയിന്റ് കഴിഞ്ഞ് നമുക്ക് എത്ര പ്ലേസ് കറക്റ്റ് ആയാൽ മതി? 2 പ്ലേസ് കറക്റ്റ് ആയാൽ മതി. ഇവിടെയും നമുക്ക് 1.732 എന്നാണ്. അപ്പൊ നമുക്ക് 1.732 ഒന്നുകൂടെ വേണമെങ്കിൽ ഇട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ചെറിയൊരു വേരിയേഷൻ ഇവിടെ ഉത്തരത്തിൽ വരും. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 1 ഇടാതെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എന്തായാലും പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് കറക്റ്റ് ആയിരിക്കണം. ഇനി നിങ്ങൾ എല്ലാവരും ഈ FI ഈ പിക്ചറിൽ നോക്കിയാൽ, ഈ പിക്ചറിൽ FIയുടെ കൂടെ ഇവിടെ ഒരു 1.75 ആള് നിൽക്കുന്നുണ്ട്. അതിനെ നേരെ നോക്കിയാൽ ഇവിടെ 1.75 മീറ്റർ എന്ന് കിട്ടും. ഈ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന FIയും FIയുടെ വാല്യൂവും പ്ലസ് ഈ F മുതൽ E വരെയുള്ള ആളിന്റെ ഉയരവും ഒന്ന് കൂട്ടിയാൽ കറക്റ്റായിട്ട് കുന്നിന്റെ ഹൈറ്റ് കിട്ടും. അപ്പൊ കുന്നിന്റെ ഹൈറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? F മുതൽ I വരെയുള്ള ലെങ്തും F മുതൽ E വരെയുള്ള 1.75 കൂടെ കൂട്ടിയാൽ മതി. F മുതൽ I വരെ എത്രയാണ് പിള്ളേരെ? 69.28 പ്ലസ് FE എത്രയാണ്? 1.75. നമുക്ക് രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ 69.28 പ്ലസ് 1.75. അപ്പോ 3 ശിഷ്ടം 1 0 ശിഷ്ടം 1 1 71.03 മീറ്റർ. ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ചെറിയ വേരിയേഷൻ വന്നാലൊന്നും കുഴപ്പമില്ല, പോയിന്റിന് ഇപ്പുറം കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഹില്ലിന്റെ ഉയരം കിട്ടി. ഹില്ലിന്റെ ഉയരം കിട്ടാൻ FI നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ഒന്നാമത്തെ ട്രയാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ കൂടെ 1.75 കൂടെ കൂട്ടിയപ്പോഴത്തേക്കും ഹില്ലിന്റെ ഉയരമായി. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഹില്ലിന്റെ ഉയരം എത്രയാന്ന് പറ? ഹില്ലിന്റെ ഉയരം എന്ന് പറയുന്നത് 71.03. അപ്പൊ അവിടെ നമുക്ക് ഹില്ലിന്റെ ഉയരം കിട്ടിയിട്ടുണ്ട് 71.03. ഇത്രയും നമ്മൾ ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിളിലേക്ക് വരാം. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ പേര് ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ പേരെടുക്കാം. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ പേരെന്താണ്? ട്രയാങ്കിൾ AHI. രണ്ടാമത്തെ ട്രയാങ്കിളില് ഓപ്പോസിറ്റ് കണ്ടോ, ഇവിടെയും ഓപ്പോസിറ്റ് HI ആണ്, അഡ്ജസെന്റ് 40 ആണ്. ഇപ്പൊ ടാൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടാൻ 50 ഡിഗ്രി. ടാൻ 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് HI, അഡ്ജസെന്റ് 40 ആണ്, 40. ടാൻ 50ന്റെ വാല്യൂ 1.1918 ഇസ് ഈക്വൽ ടു HI ഡിവൈഡഡ് ബൈ 40. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ HI ഇസ് ഈക്വൽ ടു 40 ഇൻറ്റു 1.1918. ഓക്കെ, അങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1.1918നെ 1.1918 ഡിവൈഡ് ഇൻറ്റു 4 8 4 32 2 ശിഷ്ടം 3 7 6 ശിഷ്ടം 3 7 4. അപ്പൊ നമുക്ക് എത്രയെന്ന് കിട്ടും? 47. ഓക്കെ, 47 ഒരു 0 കൂടെ വരാറുണ്ട്. ഓക്കെ, 47.6, കാരണം 40 കൊണ്ടല്ലേ, ഇപ്പൊ 0 കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6720 എന്ന് വരും. ഇത്രയാണ് HI. നിങ്ങൾ ഈ HI നന്നായിട്ട് നോക്കിയേ. HI കാണുന്നുണ്ടോ? HI കാണുന്നുണ്ട്. അപ്പം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ടവറിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കണം. ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ കുന്നിന്റെ ഉയരത്തിൽ നിന്നും, കുന്നിന്റെ ഉയരം എത്രയാണ്? 71.03. അതിൽ നിന്ന് ഈ 47.67 കുറച്ചാൽ ഈ ഒരു പാർട്ട് കിട്ടും. അതായത് ഇത്രയും കുറച്ച് കഴിഞ്ഞാൽ D മുതൽ A വരെ കിട്ടും. D മുതൽ A വരെ കിട്ടിയിട്ട് കാര്യം ഇല്ല. 47.67 ആണ്. 47.67 കുറയ്ക്കണം. പിന്നെ ഈ A മുതൽ B വരെയും കുറയ്ക്കണം. ഇത്രയും കുറയ്ക്കണം. അത്രയും എന്ന് പറയുന്നത് 1.75 മീറ്റർ ആണ്. ഇത്രയും കുറച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, കുന്നിന്റെ ഉയരം 71.03. അതിൽ നിന്നും
നമുക്കിതാ എച്ച് മുതൽ ഐ വരെയുള്ള ഹൈറ്റും കുറയ്ക്കണം, എച്ച് മുതൽ ജി വരെയുള്ള ഹൈറ്റും കുറയ്ക്കണം. എച്ച് മുതൽ ജി വരെയുള്ള ഹൈറ്റും കുറച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ടവർ കിട്ടും. ടവർ ബി മുതൽ ഡി വരെ ഉള്ളൂ. എച്ച് മുതൽ ഐ വരെ കുറച്ചാൽ ടവറിന്റെ ഉയരം കിട്ടൂല. കുന്നിന്റെ ഉയരത്തിൽ നിന്നും ടവറിന്റെ ഉയരത്തിലേക്ക് എത്താൻ കുന്നിന്റെ ഉയരത്തിൽ നിന്നും എച്ച് ഐയും കുറയ്ക്കണം, എച്ച് ജിയും കുറയ്ക്കണം. അപ്പോൾ അത് രണ്ടും കൂടെ ഇത്രയാവും. എന്നിട്ട് അപ്പൊ ഇത് ആദ്യം നിങ്ങൾ ഇത് രണ്ടും കൂടെ കൂട്ടണം. 47.67 പ്ലസ് 1.75 ഇതുകൊണ്ട് കൂടെ കൂട്ടുമ്പോൾ 2 ശിഷ്ടം 1 4 ശിഷ്ടം 1 9 49 49.71.03 നിന്നും 49.42 കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് നോക്കാം. 71.03 49.42. അപ്പം ഇവിടെ 1 കിട്ടും. 10 4 പോയാൽ 6. അപ്പോൾ ഇവിടെ ഒരു എത്ര വരും? 0 ആണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് 6 വരും. 6 നിന്നും 9 പോയാൽ 3 വരും. ഇവിടെ 6 ആണുള്ളത്, 23 വരും. സോ ദ ആൻസർ ഈസ് 23.61 മീറ്റർ എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് ടവറിന്റെ ഹൈറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പൊ കുന്നിന്റെ ഉയരം കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. കുന്നിന്റെ ഉയരത്തിൽ നിന്നും ടവറിന്റെ ഉയരത്തിലേക്ക് എത്താൻ കുന്നിന്റെ ഉയരത്തിൽ നിന്നും എച്ച് ഐയും കുറയ്ക്കണം, എച്ച് ജിയും കുറയ്ക്കണം. എച്ച് ഐ എന്ന് പറയുന്നത് 47.67 ആണ്. എച്ച് ജി എന്ന് പറഞ്ഞാൽ ആളിന്റെ ഉയരമാണ്. അത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ടവറിന്റെ ഹൈറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇനി ഒരു ചോദ്യം കൂടെ ചെയ്യാനുണ്ട്. അതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് പിന്നെ ട്രിഗ്നോമെട്രിയിലെ കുറച്ച് എങ്ങനെ പഠിക്കണം, ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, എപ്പോഴാണ് ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു പാർട്ടും കൂടെ 11ാമത്തെ പാർട്ടും കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. ഞാൻ വിചാരിച്ചത് ഈ ഒരു ക്ലാസ്സിൽ തന്നെ 3 ക്വസ്റ്റ്യനും പറയാമെന്നാണ്. അപ്പോൾ ലെങ്തി ആയി പോകും, വേണ്ട. നമുക്ക് നാളത്തെ ദിവസം നമുക്ക് ഒരു ചോദ്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇത് 2 ക്വസ്റ്റ്യൻ മതി കേട്ടോ. നല്ല പോലെ ചെയ്ത് നമ്മൾ നല്ല എന്താ പറയുക, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ടഫ് ഈസി ആവും, സ്കില്ലായി മാറും. അപ്പം അതുകൊണ്ട് അതിനകത്ത് വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. നമ്മൾ നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഇത് പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ നമ്മളെ നോക്കി ഇങ്ങനെ മാറി വിളിക്കും, നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്യണം. മനസ്സിലായോ? അപ്പം നമുക്ക് വീണ്ടും കാണാം. നാളെ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ ബൈ.